ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറിന് അച്ഛമ്മയെ തീരെ ഇഷ്ടമല്ല അല്ലേ? അതവരുടെ സ്വഭാവം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ. അതിനുശേഷമാണെങ്കിൽ അച്ഛമ്മയ്ക്കും മുത്തശ്ശിക്കും കൂടെ നമ്മുടെ ശ്രുതി ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്താ ഇത് എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് അച്ചമ്മയ്ക്ക് ഞാൻ ചായ കൊണ്ടുവന്നതാ എന്ന് പറയുന്ന നേരത്ത്, അച്ചമ്മയോ? ആരുടെ അച്ചമ്മ? നിന്നെപ്പോലുള്ള ഒരു പെണ്ണ് എന്നെ അച്ചമ്മയെന്നൊന്നും വിളിക്കണ്ട. എന്ത് ധൈര്യത്തിലാ നീ ആ താലി കഴുത്തിലിട്ടോണ്ട് നടക്കുന്നത്? ഞാനൊരിക്കലും നിന്നെ കുഞ്ഞന്റെ പെണ്ണായിട്ടൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ശ്രുതി കരയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ വന്നിട്ട് എന്തൊക്കെയോ അച്ചമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്യാം ആകാശിന്റെ പിന്നാലെ നടന്നിട്ട് ശ്രുതിയെയും പ്രീതിയെയും അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ആകാശ്, നീ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. അവിടെ വന്നിരിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ, അവർ ആ അശ്വിൻ സായിറാം കുടുംബത്തിന്റെ മൊത്തം സ്വത്തും അടിച്ചെടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരാ. അവർക്ക് ഈ കുടുംബത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശം ചെറുങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛമ്മയെ അത്ര വെറുക്കാനുള്ള കാരണം, അച്ഛമ്മയെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും ശവങ്ങളാണ് ഓർമ്മ വരുന്നത്. പട്ടടയിലെ തീ അടങ്ങുന്നതിന് മുൻപ് ചേച്ചിയുടെ കൈയും പിടിച്ച് പോയ 8 വയസ്സുകാരനെ ഞാൻ അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കരയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു ചെയറിൽ പോയിരിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്ന ഒരു പ്രമോ തന്നെയാണ് കേട്ടോ കണ്ടിരുന്നത്.